ഇത് ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഐ ആസ്ക്ഡ് നസീഫ് ലൈക്ക് വിൽ ഇൻസ്റ്റാഗ്രാം ഫ്ലാഗേഴ്സ് ലൈക്ക് ആൾക്കാർ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്യുമോ ബിക്കോസ് യു ടോക്കിംഗ് സംതിങ് വിച്ച് ഇസ് വെരി സെൻസിറ്റീവ് എസ്പെഷ്യലി ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. ഐ ഹവ് ബീൻ യൂസിങ് menstrual cups from past 9 to 10 years and Naseef knew it. അപ്പോൾ he asked me like നീ menstrual cup അല്ലേ യൂസ് ചെയ്യുന്നത്, you speak so highly about it and what's stopping other women from using it? Most women do not really focus on wellness and hygiene. It's usually just നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു സംഭവം മാത്രമേ നമ്മൾ പലപ്പോഴും ഫോളോ ചെയ്യാറുള്ളൂ. So we realized that brands ഒക്കെ കുറേ ഉണ്ട് but there was lack of awareness. So our lack of awareness ആയിരുന്നു was like our problem that we had to solve. Make content. I have told my team that we will use only red because that's how period blood looks. Right, you don't need to camouflage it with any other color. But some of them don't use specific products. I mean, we totally respect that, but usually like influencers are very 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 open to talking about all these things. Like we've never had anybody who says that why don't talk about all these things. So we've got really good support from them. Hello and welcome to QCDA Talks. നമുക്കറിയാം എല്ലാ ബിസിനസ്സും യുണീക്കാണ്, എല്ലാ ബിസിനസ് മോഡലുകളും യുണീക്കാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നൂറിനാണ്, ഫെമിസേഫിൻ്റെ ഫൗണ്ടർ. അതായത് ഫെമിസേഫ് അവരുടെ പ്രോബ്ലംസിന് എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻസ് കണ്ടെത്തിയെന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു പോഡ്കാസ്റ്റിൽ നമ്മൾ അറിയാൻ പോകുന്നത്. വെൽക്കം നൂറിൻ, വെൽക്കം ടു QCDA Talks. Thank you so much. സോ എനിക്ക് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിൽ ഗോ വൺ ബൈ വൺ, അതാവും നന്നാവുക. സോ വിൽ സ്റ്റാർട്ട് ഓഫ് ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ഫെമിസേഫ് എന്നുള്ള പ്രോഡക്റ്റിലേക്ക് എത്തിയിട്ടുള്ളതെന്നുള്ള ആ ഒരു ജേർണി നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഷുവർ, ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞാണ്. സോ ഇഫ് ഇറ്റ്സ് ദ സെയിം റിപ്പീറ്റഡ് ഓഡിയൻസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. സോ വി സ്റ്റാർട്ടഡ് ഓഫ് ഇൻ 2020 പീക്ക് കോവിഡ്. നമ്മളെല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ വന്നത്. സോ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ മീ ആൻഡ് മൈ ഹസ്ബൻഡ് ഹൂസ് ഓൾസോ മൈ കോ ഫൗണ്ടർ. സോ നമ്മൾ യൂഷ്വലി വി സ്പെൻഡ് മോർ ടൈം ഇൻ ബിസിനസ്. സോ ഈ ഹസ്ബൻഡ് ഉള്ള ടാഗ് ഐ കംപ്ലീറ്റ്ലി ഫൊർഗെറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം. ലൈക്ക് എല്ലാ സ്ഥലത്തും പോയി കപ്പിൾപ്രനർ എന്നുള്ളത് തന്നെയാണ്. യെസ് ഇറ്റ്സ് ലൈക്ക് മോർ ദൻ ഹസ്ബൻഡ്. ലൈക്ക് ലെറ്റ് മീ ജസ്റ്റ് ടോക്ക് ടു മൈ കോ ഫൗണ്ടർ എന്നാണ് എപ്പോഴും വരിക. സോ നമ്മൾ 2020 കോവിഡിൻ്റെ സമയത്ത് വി വർ എൻഗേജ്ഡ് ടു ബി മാരിഡ്. കോവിഡ് കാരണം നമ്മൾ കല്യാണമൊക്കെ പോസ്റ്റ്പോണ്ടായി. സോ വി വർ just randomly having a conversation one day on phone and ആ സമയത്ത് I happened to see a scene where നമ്മൾ ചേച്ചിമാർ വേസ്റ്റ് എടുക്കാൻ വന്ന ചേച്ചിമാർ they were coming and pick up the waste after 1 week. അതായത് ഒരാഴ്ചയായിട്ട് അവിടെ കിടക്കുന്ന വേസ്റ്റ് ആണ് അവർ വന്ന് എടുക്കുന്നത്. സോ ഐ saw that already കുറേ പാഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് which is already stinking. സോ ഞാനത് കണ്ടപ്പോൾ I just told Naseef that ഭയങ്കര it's very distressing to see ഇവർ വന്നിട്ട് bare hands കൊണ്ട് ഇത് എടുക്കുന്നത്. So I was somebody who was using menstrual cups like I think I've been using menstrual cups from past 9 to 10 years and Naseef knew it. അപ്പോൾ he asked me like നീ menstrual cup അല്ലേ യൂസ് ചെയ്യുന്നത്, you speak so highly about it and what's stopping other women from using it? So that was like a problem statement. So I think as entrepreneurs we all build businesses to solve problems. Yeah. So that was a problem statement and we were like ശരിയാണല്ലോ, എന്തുകൊണ്ട് വേറെ ആൾക്കാർ യൂസ് ചെയ്യണില്ല. So we did a small survey among friends and families. അപ്പോൾ അത് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ around 50% ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നുള്ളൂ that there is an alternative product എന്നുള്ളത്. And അതും it's because of YouTube. Like lot of Western influencers were talking about it. And out of that only 5% of women who we surveyed knew about a category as female wellness hygiene as a category. Because most women do not really focus on wellness and hygiene. It's usually just നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു സംഭവം മാത്രമേ നമ്മൾ പലപ്പോഴും ഫോളോ ചെയ്യാറുള്ളൂ. So we realized that brands ഒക്കെ കുറേ ഉണ്ട് but there was lack of awareness. So our lack of awareness ആയിരുന്നു was like our problem that we had to solve. So from day one when FemiSafe started, we are like, than pushing products, we're going to push awareness to people as in how to use or what are your options, which will help people make informed choices. Definitely. We started FemiSafe in 2020. We started with just one product, menstrual cup. But again, we did not want to be limited to just one product. Our bigger picture was ഒരു ഫീമെയിൽ എന്തെങ്കിലും ഫിസിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഹൈജീൻ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ FemiSafe ഷുഡ് ബി ദ വൺ സ്റ്റോപ്പ് ഷോപ്പ്. അങ്ങനെ we have like around 13 products now across 3 different categories and we have a couple of more exciting launches coming up. Okay, so that was the journey starting അല്ലേ? അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. Okay, so how have you navigated content restrictions on social media platforms? Like ഇത് ഇപ്പോഴും ഒരു ടാബു ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സൊസൈറ്റീൻ്റെ അകത്ത് how have you managed to create contents?
Well, it was difficult because നമ്മുടെ FemiSafe's first content ഇടുമ്പം it was just, there was nobody, we didn't have a content team, it was just me and Naseef and I was a content person. First content that we had put was basically menstrual cups break stigmas, not hymens. So ഇത് ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് I asked Naseef like, will Instagram flag us? Like ആൾക്കാർ നമ്മളെ boycott ചെയ്യോ? Because you're talking something which is very sensitive, especially in a country like India. Definitely. We were like കുഴപ്പമില്ല നമുക്ക് ഇട്ട് നോക്കാം, ഫസ്റ്റ് പോസ്റ്റ് അല്ലേ, നോക്കാം, എന്നെങ്കിൽ അവർ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് another page. But somehow that content was like accepted and we had around 1,000-2,000 shares for that content, so we realized that people want to know more about this. Okay. But obviously അവർ openly interact ചെയ്യില്ല on the post. ആ ഒരു എംബാരസ്മെൻറ്റും ആ ഒരു കൺസർവേറ്റീവ് തോട്ട് എന്തായാലും ഉണ്ടാവും, so they will not openly interact. But we realized that a lot of people do have doubts regarding these things, പക്ഷെ അവർ openly ചോദിക്കില്ല, maybe because they don't have a safe space. So our whole idea was to create Instagram as a safe space where people could come and ask whatever they want. അങ്ങനെ നമ്മളിങ്ങനെ കണ്ടന്റ് ഇടാൻ തുടങ്ങി. Still today, I think before we received the blue tick verification for FemiSafe, we had contents which were being flagged, shadow ban out. Like if you use words like sexual intercourse or protection or like contraception, our account used to be shadow banned. But blue tick kitta shesham, it's like even if it's shadow banned, you can appeal for it. Yeah, definitely. Yeah, so right now we are doing that. But audience wise, if you see, people are very very accepting to these topics. Like even if ആ ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും they are ready to talk through these platforms so and all. we can see the shares of these content. Shares are ഭയങ്കര high ആണ്. So basically people are talking, but only in a secretive way. DMs la openly അവർ comment ചെയ്യാറില്ല. Like even if you take FemiSafe's post or anything, comments കുറവാണ്, പക്ഷെ shares ഉണ്ട്. Okay. So people are sharing, so we know that this is what our audience want. പക്ഷേ the problem is sometimes Instagram does flag, especially when you talk about sexual wellness. അത് ഇന്നും that's the reason why most of the sexual wellness brands are promoting their products or marketing it as massages. Yeah. Because otherwise if you do, then they flag it. Even when you run ads on Instagram, നമ്മൾ ഈ menstrual cup blood കാണിക്കുമ്പം if you show it as red, sometimes they pull your ad down. Like എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ നമ്മളെ ഈ സാനിറ്ററി പാഡ്സിന്റെ അഡ്വർടൈസ്മെന്റ്സിൽ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ nowadays things are getting changed. Like അപ്പം ആ ഒരു ചേഞ്ച് ഓവർ ഉണ്ടായിരുന്നോ FemiSafeന്റെ കേസിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? So usually നമ്മളിപ്പം നമ്മുടെ പേജിൽ, അതായത് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, when we make content, I have told my team that we will use only red. Because that's how period blood looks. Right? You don't need to camouflage it with any other color. So നമ്മളെ കോണ്ടന്റിൽ നമ്മളിപ്പോഴും റെഡ് യൂസ് ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അഡ്വർടൈസ്മെന്റ്സ്, ഇറ്റ്സ് ലൈക്ക് ദർ സംടൈംസ് വി ഗെറ്റ് ദീസ് like notifications that community guidelines violate ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. So sometimes in those cases, to be on the safer side, we use blue or maybe red തന്നെ, പക്ഷെ കുറച്ചും കൂടി ലൈറ്റ് red. ഒരു pinkish color. Yeah, pinkish color red. But still a stigma when you use on social platforms, not from the audience again. I feel audience namla like Instagram users bhangaram, they're very open to it, but sometimes this whole community guidelines and violations and all, sometimes I feel like endana protect cheyendad adalla ivaru cheyyunnathu. So അതാണ് ലൈക്ക് വി യൂസ് ടു മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് കുറേ ഷാഡോ ബാൻ ഇട്ടിട്ടുണ്ട് അക്കൗണ്ടിന്. സംടൈംസ് ലൈക്ക് ഇതെന്താ റീച്ച് ഇത്തിരി കുറവ്, ആൻഡ് വെൻ വി സെർച്ച് ഫ്രം ഈച്ച് അതേഴ്സ് ഫോൺ FemiSafe അക്കൗണ്ടേ കാണില്ല. ഈ ഷാഡോ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കോണ്ടന്റുകളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഡെഫിനറ്റ്ലി ആ കോണ്ടന്റ്സ് ഒക്കെ എഡ്യൂക്കേഷണൽ വാല്യൂസ് ഒരുപാട് ഉള്ളതായിരിക്കും. അപ്പോൾ ആ കോണ്ടന്റിനെ റീറൈറ്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ യൂസ് ടു കംപ്ലീറ്റ്ലി ചേഞ്ച് ദോസ് കോണ്ടന്റ്സ്? No, we rewrite it. So basically നമ്മൾ നോക്കും, it's like is there any word that has been offensive to Instagram, and we rewrite it. Like for example, ഇപ്പം നമ്മൾ സെക്സ് എഴുതുകയാണെങ്കിൽ SECS. Okay. Yeah, and if you're writing, let's say condom, it's going to be like CON and D നമ്മൾ വേറെ എന്തെങ്കിലും സിമ്പിൾ ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇടുന്നത്. സോ സംടൈംസ് വി റീറൈറ്റ് ആൻഡ് വി പുട്ട് ഇറ്റ് അപ്പ്. പക്ഷെ ചിലപ്പോൾ റീറൈറ്റ് ചെയ്യുമ്പോഴും സിൻസ് ഇപ്പം AI ഒക്കെ ഉള്ളതുകൊണ്ട് ലൈക്ക് they can identify ഇതാണ് വേർഡ് എന്നുള്ളത്. സംടൈംസ് ഇറ്റ് സ്റ്റിൽ ഗെറ്റ്സ് ഷാഡോ ബാൻ. പക്ഷെ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് റിക്വസ്റ്റ് വരാറില്ല. അക്കൗണ്ട് മൊത്തത്തിൽ ഒരു 1 week 2 weeksനേക്ക് ഷാഡോ ബാൻ ചെയ്യും. ഓക്കെ, ഫൈൻ. സോ ഇപ്പം ഒരുപാടധികം ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ കണ്ടു പേജിൻ്റെ അകത്ത്. അപ്പം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തോട്ടേക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റിൻ്റെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വാട്ട് വാസ് ദെയർ റെസ്പോൺസ് ഓവർ ദെയർ?
they were very welcoming because so എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇനീഷ്യലി നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഐ തിങ്ക് ടിൽ ഡേറ്റ് വി ഹാവ് ഡൺ വിത്ത് അറൌണ്ട് 600 ഇൻഫ്ലുവൻസേഴ്സ്. ആൻഡ് കോവിഡിൻ്റെ സമയത്ത് വെൻ വി സ്റ്റാർട്ടഡ് FemiSafe, കുറേ ഇൻഫ്ലുവൻസർ, ഈ ഹോൾ ഇൻഫ്ലുവൻസർ കൾച്ചർ വാസ് ജസ്റ്റ് ബിൽഡിംഗ് അപ്പ്. So we reached out to a couple of people who were having like 10K, 15K followers. And avare kude ennu vechale their whole idea was to start their influencer career. So you send them the product, they use it, and if they like it, they'll put a review. Anganeyanu the commercials okke recently aanu vannu thodangiyathu. So that really helped us. And nammal influencers nu eduthu kodukkumbom they are like we make them feel that you are basically starting a trend. So that kind of avare motivate cheyum, it boosts their morale. അങ്ങനെ നമുക്ക് എനിക്കൊന്ന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു മോസ്റ്റ് ഓഫ് ദ ഇൻഫ്ലുവൻസേഴ്സ്. പിന്നെ സം ഓഫ് ദം ഡോണ്ട് യൂസ് സ്പെസിഫിക് പ്രോഡക്ട്സ്. ഐ മീൻ വി ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. ബട്ട് usually like influencers are very 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 open to talking about all these things. Like we've never had anybody who says that why don't talk about all these things. So we've got really good support from them. ഓക്കെ. അപ്പം ഈ മെൻസ്ട്രൽ കപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സാനിറ്ററി റിലേറ്റഡ് ഉള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഓരോരോ സ്പേസിലെത്തുമ്പം അവർ യൂസ് ചെയ്യുന്ന വേർഡ്സിൽ വ്യത്യാസം വരും, കോണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ കോണ്ടന്റ് ലോക്കലൈസേഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേ ടൈപ്പ് കോണ്ടന്റ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? സോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കോണ്ടന്റ് ഇടുമ്പം എസ്പെഷ്യലി ഓൺ ഇൻസ്റ്റാഗ്രാം പേജ് വി ഫോക്കസ് ഓൺലി ഓൺ വൺ ലാംഗ്വേജ്. ബട്ട് വെൻ വി റൺ അഡ്വർടൈസ്മെന്റ്സ് മെറ്റാ ആഡ്സ് റൺ ചെയ്യുമ്പോൾ വി ഫോക്കസ് ഓൺ വെർണാക്കുലർ ലാംഗ്വേജസ്. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് our brand to have an identity of just a Kerala brand. We are a brand from Kerala to the nation. Our idea. So on Instagram nammal content idumum it's all in English, but when we collaborate with influencers we find influencers who do in their local language. Malayalam, Hindi, Marathi and all these things, and we work with them because our audience ne namakku attract cheyan pattum. And of course like nammal cheyyumbom meta ads run cheyyumbom we do that, and it has actually helped because people have this whole sense of community and belonging when they see their own language on the screen. Definitely. അതെന്തായാലും കാരണം നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു ഫീലും ആ ഒരു അപ്രോച്ചും എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാക്ട്ലി. സോ ഇനീഷ്യലി നമ്മൾ മിക്ക കണ്ടന്റും നമ്മൾ ഒന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. നൗ സംടൈംസ് ഈവൻ UGC വീഡിയോസ്. സോ ഇനി എത്ര ആൾക്കാർക്ക് ഫെമിസേഫിനെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ബട്ട് you must have seen that എൻ്റെ വീഡിയോ എൻ്റെ 3 ലാംഗ്വേജസിൽ വരും. So I speak English, Hindi, Malayalam, Tamil, Tulu. എനിക്ക് തോന്നുന്നു ഞാൻ മലയാളം കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷും കണ്ടിട്ടുണ്ട്. ഹിന്ദി ഉണ്ട് അതിൻ്റെ, എല്ലാത്തിൻ്റെ ഹിന്ദി ഉണ്ട്. സോ that has given us better results. So നമ്മൾ ഫെമിസേഫിൻ്റെ ആഡ്സിന് initially we were running only in 2 languages. Actually only in 1 language, ഇംഗ്ലീഷിൽ മാത്രം. പിന്നെ വി ട്രൈഡ് മലയാളം കൂടി നമുക്ക് ട്രൈ ചെയ്യാം ബിക്കോസ് ആസ് എ ബ്രാൻഡ് ഫ്രം കേരള നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അങ്ങനെ മലയാളം നമ്മൾ റൺ ചെയ്തു. വി ഗോട്ട് റിയലി ഗുഡ് റിസൾട്ട്സ്. ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സേഫ് സ്പേസ്, അതായത് അവർക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ടൈപ്പിംഗ് ഇൻ മലയാളം ഇറ്റ് സെൽഫ്. ദെൻ വി വർ ലൈക്ക് എന്തുകൊണ്ട് ഹിന്ദി ട്രൈ ചെയ്തുകൂടാ, എസ്പെഷ്യലി ദ നോർത്ത് ബെൽറ്റ് ഇഫ് യു വാണ്ട് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ഫ്രം ദെയർ. That also had really good result. Agane I think we did Tamil, we did Kannada also. And all these languages worked well. Why? Because നമ്മളൊരു ലോക്കൽ ലാംഗ്വേജിൽ ചെയ്യുമ്പം അതാത് സ്ഥലത്തുള്ള ആൾക്കാർക്ക് whoever is having that language as their mother tongue അവർക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. ഇപ്പം ഞാനൊരു ആഡ് ലൈക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഇഫ് ഐ എം സീയിങ് എൻ ആഡ് ഇൻ അറബിക്, ഐ എം ഇൻ UAE, പക്ഷേ ഞാൻ അറബിക്കിൽ ഒരു ആഡ് കാണുമ്പോൾ എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്യില്ല. ബട്ട് അതേ ആഡ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വന്നാൽ ഐ ഫീൽ ദറ്റ് കണക്ഷൻ. സെയിം തിങ് ഓവർ ഹിയർ ഇൻ അവർ കൺട്രി ഓൾസോ. So that actually gave us really good results. So vernacular languages, I think every brand should try it. അപ്പം ഈ വെർണാക്കുലർ ലാംഗ്വേജസ് ചെയ്ത സമയത്ത് ഇപ്പം ഓരോ ആൾക്കാർ എടുക്കുന്ന കോണ്ടന്റിൻ്റെ ആ ഒരു പൾസിൽ വ്യത്യാസം ഉണ്ടാവും. സോ ഹൗ ഡിഡ് യു മാനേജ് ദോസ് തിങ്സ് ലൈക്ക് യൂസ് ഓഫ് ലാംഗ്വേജ്? അത് അവിടുത്തെ റൈറ്റേഴ്സിനെ വെച്ച് എഴുതുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഡിഡ് യു ഗൈസ് ജസ്റ്റ് ഗിവ് ദ കോൺസെപ്റ്റ്, അങ്ങനെയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? Okay, so with influencers we used to find influencers, local influencers who do content only in that specific language. We tell them that see ഇതാണ് നമുക്ക് വേണ്ടത്, we'll send you a product, you can try it out, എന്നിട്ട് whatever your honest reviews, പിന്നെ എന്തിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് യു ക്യാൻ ജസ്റ്റ് കൺവേ ഇറ്റ്. നമ്മളൊരു ഇംഗ്ലീഷിൽ എന്താണോ സംഭവം നമ്മളൊരു റഫ് ഇത് കൊടുക്കും, ജസ്റ്റ് കൊടുക്കും അവർക്ക്, ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഇൻ ദാറ്റ് സ്പെസിഫിക് ലാംഗ്വേജ്. നമുക്കിനി അവരെന്താ പറഞ്ഞ ക്രോസ് ചെക്ക് ചെയ്യാൻ വി ഹാവ് സോ മെനി ഓപ്ഷൻസ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. നൗ വെൻ ഇറ്റ് കംസ് ടു അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാ ആഡും അപ്പം മലയാളം ഇംഗ്ലീഷും ഐ ഓൺലി റൈറ്റ് ഇറ്റ്, തമിഴ് കന്നഡ ആൻഡ് ഓൾ വി look for specific writers, content writers in that specific language whose mother tongue is Tamil or Kannada or Hindi, whatever, and then we take help from them. So that's normally usually cheyaru.
ബിക്കോസ് ഇപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് മലയാളത്തിൽ ലിങ്ക് കന്നഡയിലേക്ക് എന്തെങ്കിലും ആക്കുമ്പം ആ ആക്സെൻറ്റ് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ദ സ്ലാങ്, ദ വേർഡ്സ് ദേ ആർ യൂസിങ്, എവറിത്തിങ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. സോ നമുക്കൊരു ലോക്കൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് we find out people who are well versed in that specific language, whose mother tongue is that specific language, and we tell them to write it. So, okay. അപ്പം ഈ SEO ഒക്കെ ചെയ്യാറുണ്ടല്ലോ നിങ്ങൾ എന്തായാലും. അപ്പം SEO ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പൊതുവേ ഈ കറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജി ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. സോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വെൻ ഇറ്റ് കംസ് ടു SEO? So what we do is നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഈ ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ പ്രോഡക്ട്സ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ നോക്കും. ഈവൻ ഓൺ ആ വെബ്സൈറ്റ് ആ കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ SEO ചെയ്യുക. ഇപ്പോൾ ചില ആൾക്കാർ മെൻസ്ട്രൽ കപ്പ് തന്നെ പറയണമെന്നില്ല. സം പീപ്പിൾസ് പീരിയഡ് കപ്പ്. ഓക്കെ. സോ വി യൂസ് ദാറ്റ്. പിന്നെ ഫേസ് റേസറിൻ്റെ സംഭവം ആൾക്കാർ ജസ്റ്റ് റേസർ അടിക്കുമായിരിക്കും. വി ഡു ഓൾ ദാറ്റ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ടെർമിനോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്, വി ട്രൈ ആർ ബെസ്റ്റ് ടു പുട്ട് ദോസ് വെൻ ഇറ്റ് കംസ് ടു SEO. ഫെമിസേഫിന് തന്നെ ഇനീഷ്യലി വാട്ട് വി ഡിഡ് വാസ് SEO ചെയ്യാൻ വേണ്ടി, സോ ആർ ബ്രാൻഡ് നെയിം Fഉം Sഉം ക്യാപിറ്റലാണ് ഫെമിസേഫിൽ. സോ നമ്മൾ ആദ്യം അത് വെച്ചിട്ടാണ് SEO ചെയ്തത്. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ വർ ആക്ച്വലി സെർച്ചിങ് ജസ്റ്റ് F, അതായത് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലായിരുന്നു അവർ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് നമുക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടുന്നത് വൺ ഇസ് ത്രൂ യൂട്യൂബ്. സോ യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ പ്രോഡക്ട്സ് വരുന്നത്, ആൻഡ് യു ക്യാൻ ആക്ച്വലി സീ ദ കീവേഡ്സ് പീപ്പിൾ ആർ യൂസിങ്. അതായത് ഇപ്പം നമ്മളൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ആൾക്കാർക്ക് എന്ത് കീവേഡ് അടിച്ചപ്പോഴാണ് കണ്ടതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലും ഒരു പരിധി വരെ ഹാഷ്ടാഗ്സും നമ്മൾ നോക്കാറുണ്ട്. സോ ആ ടേംസ് എടുത്താണ് നമ്മൾ SEO ചെയ്യാറ്. വി ട്രൈ ആർ ബെസ്റ്റ് നോട്ട് ടു യൂസ് വെരി ടെക്നിക്കൽ ടേംസ്, ബിക്കോസ് ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യമാണ് ഗൂഗിൾ ചെയ്യുന്നത്. സോ അവിടെ ദിൽ ഒബ്വിയസ്ലി നോട്ട് യൂസ് ദീസ് ടെക്നിക്കൽ ടേംസ്. സോ വി ടേക്ക് ഇൻസൈറ്റ്സ് ഫ്രം ദീസ് ഏരിയാസ്. ഓക്കെ, ഫൈൻ. അപ്പം എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾ ഒരുപാടധികം ഞാൻ ഫെമിസേഫിനകത്ത് കണ്ടിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി യൂസ് ടു ഗോ ടു കോളേജസ്, അങ്ങനെ ക്ലാസ്സസ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഹൗ ഡു യു മാനേജ് ടു ഡു ഓൾ ദീസ് തിങ്സ് ടുഗെദർ? ആൻഡ് ആ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഫെമിസേഫിലേക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു വാക്കിൻ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കൂടിയിട്ടുള്ളത്? സോ ഹൗ ഡു ഐ മാനേജ്? ഇറ്റ്സ് ലൈക്ക് ഡിഫിക്കൽട്ടാണ്, ചിലപ്പോൾ ഓവർവെൽം ആവും. ബിക്കോസ് സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ഈ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ ഒരു മാസത്തിൽ തന്നെ യു വിൽ ഹാവ് ലൈക്ക് 5-6 ഓഫ് ദം, ആൻഡ് വിച്ച് വിൽ റിക്വയർ യു ടു ട്രാവൽ ടു ആൻഡ് ഫ്രോ. ലൈക്ക് എന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 2-3 days എന്തായാലും പോവും. ആൻഡ് ടേക്കിംഗ് സെഷൻ ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് യു സീ, ബിക്കോസ് നമ്മളവിടെ നിന്ന് 1 hour യു ഹാവ് ടു സ്പീക്ക്. ചിലപ്പോൾ ചൂടത്തായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ചില കോളേജ് ദിൽ മൈറ്റ് നോട്ട് ബി എനി ഫാൻസ് ഓർ എനിത്തിങ്. സോ ലാസ്റ്റ് ടൈം ഇതേപോലെ റീസെൻ്റ്ലി വെൻ ഐ ഹാഡ് ബീൻ ടു എ കോളേജ്, ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വാസ് വെരി ഹോട്ട്, ഓൾറെഡി ഭയങ്കര ചൂടാണ്, and the fans were not working well. I almost kind of collapsed session എടുക്കുന്നതിൻ്റെ ലാസ്റ്റ്. But then it's something I enjoy. So I was like, okay, I want to do it എന്നുള്ളൊരിതാണ്. Because I feel ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. വെറിൻ 600-700 പീപ്പിൾ അറ്റ് വൺ സിംഗിൾ ടൈം യു ആർ ഏബിൾ ടു അഡ്രസ് ദം. സോ പലപ്പോഴും നമ്മൾ ഈ സെഷൻസ് എടുക്കുന്നത് ഇസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ദേ വുഡ് ബി അവർ കസ്റ്റമേഴ്സ് ടുമോറോ. ബട്ട് ദർ ആർ ചാൻസസ്. ഇൻ കേസ് അവർക്ക് നാളെ മെൻസ്ട്രൽ കപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വി മൈറ്റ് ബി ദ ഫസ്റ്റ് ചോയ്സ്. സോ ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ സെഷൻസ് എടുക്കുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഈ സെഷൻ എടുക്കാൻ തുടങ്ങിയത് തന്നെ വാസ് നെവർ എ പാർട്ട് ഓഫ് ആ പ്ലാൻ. ഞാൻ യൂഷ്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ആൻഡ് സംബഡി ഐ ഡോണ്ട് റിമെമ്പർ ഒരു 3 or 4 years ബാക്ക് ഒരു കോളേജിൽ നിന്ന് കോവിഡിൻ്റെ സമയത്ത് സംബഡി റീച്ച്ഡ് ഔട്ട് ടു മീ സെയിങ് ദാറ്റ് ഇങ്ങനെ വീവ് സീൻ യുവർ കോണ്ടന്റ്, ഒരു വെബിനാർ എടുക്കാൻ പറ്റുമെന്നുള്ളത്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഐ ജസ്റ്റ് മെയ്ഡ് എ PPT, ഒരു ലൈക്ക് 8 to 10 slides PPT ഞാൻ ഉണ്ടാക്കി. അവിടുന്ന് തുടങ്ങിയതാണ്. പിന്നെ ഈ കോളേജിലത്തെ പിള്ളേർ ചെയ്തു എന്ന് അവർ സ്റ്റോറീസ് ഇട്ടു. ദെൻ ലോട്ട് ഓഫ് അതർ പീപ്പിൾ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ വർ ലൈക്ക് കൻ യു കം ഡയറക്ട്ലി ടു അവർ കോളേജ് ആൻഡ് ഡു. അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫോർ അസ് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇനി നാളെ അവരത് any product of FemiSafe, if they want to try any of the products which comes under our product category, maybe we might be their first choice. It's more like ഒരു ഇമ്പാക്റ്റ്, അതായത് നോളജ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയയിലാണ്. സോ അപ്പം നമ്മൾ ഒരുപാടധികം ക്യാമ്പയിൻസ് ഫെമിസേഫിൽ കണ്ടിട്ടുണ്ട്. അപ്പം ചില ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വി വോണ്ട് ബി ഹാവിങ് എനി കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻസ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? So you're talking about the awareness campaigns, yeah, right? Definitely. So awareness campaigns, to be honest, നമുക്ക് അതിൻ്റെ ഔട്ട്കം മെഷർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് എസ്പെഷ്യലി ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. വി ഡോണ്ട് നോ ആ ക്യാമ്പയിനിൽ ഉണ്ടായിരുന്ന ഓഡിയൻസിൽ എത്ര ആൾക്കാർ ഓർഡർ പ്ലേസ് ചെയ്തു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വി ആർ ഗോയിങ് വിത്ത് ദ ഫെയ്ത്ത് ദാറ്റ്
മേ ബി ടുമോറോ ഇവർക്ക് നമ്മളെ ഫെമിസേഫിൻ്റെ കാറ്റഗറിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഫെമിസേഫ് മൈറ്റ് ബി എ ഫസ്റ്റ് ചോയ്സ്. പിന്നെ നമ്മളൊരു ഇമ്പാക്ട് രീതിയിലാണ് ചെയ്യുന്നത്. ബട്ട് ഐ തിങ്ക് ഞാൻ ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നത് ദ റെസ്പോൺസ് ഓഫ് ദി ഓഡിയൻസ്. അതായത് ചിലപ്പോൾ നമ്മൾ സെഷൻസ് ഒക്കെ എടുക്കുമ്പം ലൈക്ക് അന്നേരം സെഷൻ്റെ സമയത്ത് ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കില്ല. ലൈക്ക് ഐ ടേക്ക് ബ്രേക്സ് ഇൻ ദ സെഷൻ ആൻഡ് ഐ ആസ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആൻഡ് ഐ ടെൽ ദം ദറ്റ് ഇറ്റ്സ് എ വെരി സേഫ് സ്പേസ്, നോബഡി ഈസ് ഗോയിങ് ടു ജഡ്ജ് യു, എന്ത് വേണമെങ്കിലും ചോദിച്ചു. ഇനീഷ്യൽ ആരും ചോദിക്കില്ല. പക്ഷേ സംടൈംസ് വെൻ യു ജസ്റ്റ് ഗെറ്റ് ഓഫ് ദ സ്റ്റേജ് ദുരാന്ന് പറഞ്ഞിട്ട് ഡൗട്ട്സ് ആയിരിക്കും ആൾക്കാർക്ക്. അതിൽ മാം ഇങ്ങനെ പറഞ്ഞില്ല, അതെങ്ങനെയാണ് അങ്ങനെയാണ്. സോ ഐ തിങ്ക് അങ്ങനെ ഒരു കുറേ കോളേജസിന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഓഡിയൻസിന്. ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള നമുക്ക് വരുന്ന റിസൾട്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ കോളേജസിനും വി റിസീവ്ഡ് ഇറ്റ്. പിന്നെ നമ്മൾ എല്ലാണ്ട് ഇപ്പം വെൻ വി ഹാവ് ടു മെഷർ ദ ഇമ്പാക്ട് ഓർ എങ്ങനെയാണ് ആർ ദീസ് പീപ്പിൾ കമ്മിങ് ബാക്ക് ടു ഫെമിസേഫ് എന്നുള്ളൊരു ഇത് മെഷർ ചെയ്യണമെങ്കിൽ വാട്ട് വി യൂഷ്വലി ഡൂ ഇസ് നമ്മൾ ജസ്റ്റ് ഒരു ട്രയലാണ് നമ്മളത്. We give ഒരു 100 rupees ഒരു കൂപ്പൺ കോഡ് for all the people in the audience. Okay. But then we can see ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ആരൊക്കെ ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് അറിയും ഇത് ഇന്നേ കോളേജിൽ നമ്മൾ സെഷൻ നടത്തിയപ്പോൾ ഇവർ വന്നതാണെന്നുള്ളത്. സോ അങ്ങനെയാണ്. പക്ഷേ ജനറലി ഇഫ് യു ആസ്ക് എങ്ങനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നത് ഇസ് അബൌട്ട് ഓഡിയൻസിൻ്റെ റെസ്പോൺസ്. അത് ചില കോളേജസിൽ ലൈക്ക് മേ ബി അവർ ജസ്റ്റ് കേട്ടിട്ട് പോവും. They might not ask any doubt. പക്ഷേ menstrual awareness sessions in like I go for entrepreneurship sessions also. അങ്ങനത്തേന് ചിലപ്പം ചില സെഷൻസിൽ ലൈക്ക് അത്രയൊന്നും റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് മെൻസ്ട്രൽ അവയർനെസ് സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറിബഡി ഈസ് ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. അപ്പോൾ വീട്ടിലായി കഴിഞ്ഞാലും നോട്ട് എവറിബഡി ഹാസ് ദറ്റ് ഫ്രീഡം ടു ആസ്ക് ഓർ ടോക്ക് അബൌട്ട് ദിസ് ടു ദ പേരൻസ്, റൈറ്റ്? ചിലപ്പോൾ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും നമുക്കൊന്നാമത് ചോദിക്കാൻ മടിയാണ്, അവർക്ക് അതിനേക്കാളും കൂടുതൽ എംബാരസ്മെൻ്റ് ആണ്. സോ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എവറിബഡി ജസ്റ്റ് യൂട്ടിലൈസസ് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് today's generation, the Gen Zs and millennials, they're being more conscious about all these things. അവർക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കണം എന്നുള്ളൊരു ബോധമുണ്ട് അവർക്ക്. സോ യൂഷ്വലി എല്ലാ മെൻസ്ട്രൽ അവെയർനെസ് സെഷൻസിലും ദ റെസ്പോൺസ് ഇസ് വെരി ഓവർവെൽമിങ് ആൻഡ് ദാറ്റ് മേക്സ് മീ ഫീൽ വെരി ഹാപ്പി. അതായത് അറ്റ്ലീസ്റ്റ് ഞാൻ 1 hour എടുത്ത് ഇവർക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ ഡു യു മാനേജ് ടു ഗെറ്റ് ദ എക്സ്പീരിയൻസ്? ലൈക്ക് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെ ഫീഡ്ബാക്ക്സ് വാങ്ങിക്കാറുണ്ട്? ഓണസ്റ്റ്ലി ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതായത് മെൻസ്ട്രൽ കപ്പിന് ബാക്കി എല്ലാ പ്രോഡക്ട്സും ഒരു പ്രശ്നമില്ല. ഫേസ് റേസേഴ്സ് ഒക്കെ ആൾക്കാർ തന്നെ ടെസ്റ്റിമോണിയൽ ഇടും സെയിങ് ദാറ്റ് ഓ ദിസ് ഇസ് എൻ അമേസിംഗ് പ്രോഡക്റ്റ്. നമ്മളെ ആക്നെ പാച്ച് ഉണ്ട്, ദെൻ വി ഹാവ് അലോവേറ ജെൽ, അലോവേറ കുക്കുംബറും കൂടിയിട്ടുള്ളത്. പിന്നെ ഈവൻ ലൂബ്രിക്കൻ്റ് അടക്കം ആൾക്കാർ ഇടും, ഇപ്പോൾ പീരിയഡ് പാൻറ്റീസ് ആയാലും. പക്ഷേ മെൻസ്ട്രൽ കപ്പ് അഗൈൻ എനിക്ക് തോന്നുന്ന ആ ഒരു സ്റ്റിഗ്മ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നോട്ട് എവറിബഡി വിൽ ഓപ്പൺലി പുട്ട് ദറ്റ് ദിസ് പ്രോഡക്റ്റ് ഈസ് റിയലി ഗുഡ് എന്നുള്ളത്. പക്ഷേ വെബ്സൈറ്റിൽ അവർ ഒന്ന് റിവ്യൂ ഇടും. ബിക്കോസ് ഇറ്റ്സ് മോർ ലൈക്ക് വെരി അനോണിമസ് ആണല്ലോ വെബ്സൈറ്റ് റിവ്യൂ, പേരും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വാട്ട് വി ഡു ഇസ് എവറി ഒരു 2 months വി റീച്ച് ഔട്ട് ടു എ കസ്റ്റമർ. അതായത് ഇപ്പം ഒരു ഓർഡർ പ്ലേസ് ചെയ്ത കസ്റ്റമർ ഉണ്ടാവും, അവരെന്തായാലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തൊന്ന് സെറ്റ് ആവാൻ ഒരു 2 to 3 months എടുക്കും. സോ വാട്ട് വി ഡു ഇസ് വി ഗോ ബാക്ക് ആൻഡ് വി ചെക്ക് 2 months നമ്മൾ ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ വിളിച്ചു നോക്കും ഹൗ വാസ് എക്സ്പീരിയൻസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു പരിധി വരെ ഐ തിങ്ക് ലൈക്ക് അങ്ങനെ ചോദിക്കുന്ന സമയത്തും ലൈക്ക് ദേ യൂസ് ടു ടോക്ക് ടു യു ഫ്രീലി ഓർ അതിലും അവർക്കൊരു, കാരണം ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആക്ച്വലി വി ആർ ജസ്റ്റ് ടോക്കിംഗ് ടു ദം. അപ്പോൾ ആ സമയത്തും ദേ യൂസ് ടു ഗിവ് ദ റിയൽ ഒപ്പീനിയൻ ആണോ തരിക? നമ്മൾ വിളിക്കുമ്പം ബിക്കോസ് അത് 1-on-1 ആണ്. അതെ. മറ്റേ ഇൻസ്റ്റഗ്രാമിൽ അവർ റിവ്യൂ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇറ്റ്സ് മോർ പബ്ലിക്, ദിസ് ഇസ് മോർ 1-on-1. ആൻഡ് അതും ഓൺലി ഫോർ ഫീമെയിൽ കോൾസ്. നമുക്ക് കസ്റ്റമർ സപ്പോർട്ടിൽ വി ഹാവ് ഓൺലി ഫീമെയിൽസ് ബിക്കോസ് ആണുങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ദി മൈറ്റ് നോട്ട് ബി കംഫർട്ടബിൾ അഗൈൻ ഓൺലി ഫോർ മെൻസ്ട്രൽ കപ്പ്. പക്ഷെ അതല്ലാണ്ട് DM വന്നിട്ട് കുറേ പേര് ചെയ്യും ബിക്കോസ് അഗൈൻ ദാറ്റ്സ് വെരി സീക്രറ്റീവ്. അതെ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ബിറ്റ്വീൻ 2 people. അപ്പോൾ DM വന്നിട്ട് കുറേ ആൾക്കാർ പറയാം ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഇടാൻ കുറേ പേർക്ക് കുറച്ച് മടിയാണ്. പക്ഷേ DMs വി റിസീവ് ലൈക്ക് എവറി ഡേ എല്ലാ പ്രോഡക്റ്റും കൂടിയിട്ട് വി റിസീവ് ഒരു 30-40 DMs എവറി ഡേ സെയിങ് ദാറ്റ് പ്രോഡക്റ്റ് ഭയങ്കര അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തു. ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആൾക്കാർ വന്നിട്ട് ഓപ്പൺലി ചോദിക്കും. പക്ഷേ ടെസ്റ്റിമോണിയൽ റിവ്യൂസ് ഓൺ സോഷ്യൽ മീഡിയ ഫോർ ഒരു മെൻസ്ട്രൽ കപ്പ് ഇസ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. ഇപ്പോഴും ആൾക്കാർ അത്ര എന്താ പറയാൻ ഓപ്പൺ ആയിട്ടില്ല.
ഓക്കെ. സോ ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് അതേപോലെ നമ്മളിപ്പം ഈവൻ ഇഫ് നമുക്ക് അത്രമാത്രം ഓപ്പൺ റേറ്റ് ഇല്ലെങ്കിൽ പോലും ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മൾ എല്ലാ ബ്രാൻഡ്സിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പം എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾ നമുക്ക് കുറച്ചും കൂടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഒരു കേസാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഡു യു ആക്ച്വലി ഡു ദാറ്റ്, അല്ലെങ്കിൽ അതിലേക്ക് പോവാറില്ലേ? സോ ഇമെയിൽ മാർക്കറ്റിംഗ് ഹാസൻ വർക്ക് വെൽ ഫോർ അസ്. ഓക്കെ. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ തിങ് ഇസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഇസ് ബേസിക്കലി ദ ഇന്ത്യ ടു ഇന്ത്യ 3, ഇന്ത്യ 1 ഓഡിയൻസ് അല്ല. ഓക്കെ. സോ ഈ ഇന്ത്യ ടു അതായത് ഇന്ത്യ ടയർ 2ഉം ടയർ 3ഉം ആണ്. യെസ്. സോ ഇവരെ ഇമെയിൽസ് അധികം തുറക്കുന്നത് എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇഫ് ദേ ഹാവ് അപ്ലൈഡ് ഫോർ എനി ജോബ് അതിനെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നോക്കാൻ, ഇതിന് മാത്രമാണ്. ഒരു ഇമെയിൽ കൾച്ചർ ഇപ്പോഴും അതിൽ വന്നിട്ടില്ല. സോ വെൻ യു സെൻഡ് ദം ഇമെയിൽ മാർക്കറ്റിംഗ്, ദ ഓപ്പൺ റേറ്റ് ഇസ് വെരി ലെസ്. ഓക്കെ. സോ നമ്മൾ ആക്ച്വലി വി ട്രൈഡ്, ഐ തിങ്ക് ഒരു ട്വൈസ് ഓർ ത്രൈസ് വി ട്രൈഡ് ന്യൂസ് ലെറ്റേഴ്സ്, നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച്, പക്ഷേ ഓപ്പൺ റേറ്റിൻ്റെ ഭയങ്കര കുറവാണ്. ആൻഡ് എല്ലാ ബ്രാൻഡ്സും ഇങ്ങനെ അയക്കുന്നുണ്ട്. സോ വാട്ട് വി ഐഡൻറ്റിഫൈഡ് വാസ് നമ്മളെ കസ്റ്റമറിന്, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ഒരു അഫോർഡബിൾ പ്രോഡക്റ്റിന് ഇമെയിൽ മാർക്കറ്റിംഗ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. ബട്ട് എസ്പെഷ്യലി മെൻസ്ട്രൽ കപ്സിന്, ബിക്കോസ് മെൻസ്ട്രൽ കപ്സ് റിപ്പീറ്റ് പർച്ചേസ് റേറ്റ് കുറവാണ്. അതെ, ഒരു പ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്തായിട്ട് ലൈക്ക് ഒരു 10 years ഒക്കെ ആണ് അതിന്റെ ലൈഫ് പറയുന്നത്. എക്സാക്ട്ലി. പിന്നെ വരും സെയിം ആൾക്കാർ. നമുക്ക് പലപ്പോഴും വി ഹാവ് ഒരു 20% റിപ്പീറ്റ് പർച്ചേസ് റേറ്റ് മന്ത് ഓൺ മന്ത് ഫോർ അക്രോസ് ഓൾ ആർ പ്രോഡക്ട്സ്. ആൻഡ് മെൻസ്ട്രൽ കപ്പിനും ഉണ്ട്. ദാറ്റ് ഈസ് വെൻ ഇപ്പം ഞാൻ ഉപയോഗിച്ചു, എനിക്ക് ഇഷ്ടമായി, ആൻഡ് ഐ എം റെക്കമെൻഡിങ് ടു മൈ ഫ്രണ്ട് ആൻഡ് ഐ ബൈ ഇറ്റ് ഫോർ മൈ ഫ്രണ്ട്. അങ്ങനെ. ബട്ട് അഗൈൻ ഒരു മിഡ് റേഞ്ച്, ഒരു അഫോർഡബിൾ, ഒരു 500 റേഞ്ച് പ്രോഡക്റ്റിന് വെൻ യു ഡു ഇമെയിൽ മാർക്കറ്റിംഗ്, അൺലെസ് ഇറ്റ്സ് സ്കിൻ കെയർ every month you repurchase, it doesn't really work. So നമ്മൾ ഇമെയിൽ മാർക്കറ്റിങ്ങിനെക്കാളും കൂടുതൽ വി ഫീൽ വാട്സ്ആപ്പ് വർക്ക്സ് വെൽ ഫോർ അസ്. വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് വർക്ക്സ് വെൽ ഫോർ അസ്. അത്യാവശ്യം നല്ല ഓപ്പൺ റേറ്റ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം തന്നെ ഇറ്റ്സ് ലൈക്ക് വി ഫീൽ ദാറ്റ് ആർ കസ്റ്റമേഴ്സ് ആർ മോർ എൻഗേജ്ഡ് ഓൺ ഇൻസ്റ്റഗ്രാം. ഫുൾ ടൈം ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഫസ്റ്റ് വി പുട്ട് ഇറ്റ് ഓൺ ഇൻസ്റ്റഗ്രാം. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നത് ഒരു 30-35 ആ റേഞ്ചിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും പ്രോപ്പർലി യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ വെൻ യു സ്റ്റാർട്ട് ടു മെസ്സേജ്, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയപ്പം ഇസ് ദർ എനി റെസ്പോൺസ്, അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യാണ്ട് ഇരിക്കുകയാണോ ചെയ്യുന്നത്? സോ വി ട്രൈ ടാർഗറ്റിംഗ് ദം ഇനീഷ്യൽ സ്റ്റേജിൽ വെൻ വി ഹാഡ് ഓൺലി മെൻസ്ട്രൽ കപ്പ് ആസ് എ പ്രോഡക്റ്റ്. ഓക്കെ. ദ തിങ് ഇസ് അവർക്കതൊരു ഹാബിറ്റ് ചേഞ്ച് ആണ്. ഇനി അവരൊരു ഹാബിറ്റിൽ സെറ്റായി കഴിഞ്ഞു. ഇപ്പോൾ സാനിറ്ററി പാഡ്സ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ്, സെറ്റ് ഇൻ ദാറ്റ് ഹാബിറ്റ്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് promoting these products to them is like ringing the bell of an empty house. Doesn't make sense. അങ്ങനെ we stopped it. പിന്നെ ബാക്കിയുള്ള പ്രോഡക്ട്സ്, ഫേസ് റേസസ്, ഇതൊക്കെ അവർ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. പീരിയഡ് പാൻറ്റീസ് ദേ യൂസ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ടു സാനിറ്ററി പാഡ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മെൻസ്ട്രൽ കപ്സിലേക്ക് ഒരു ഹാബിറ്റ് ചേഞ്ച്, പെട്ടെന്നുള്ള ഒരു ലേണിംഗ് കർവ് ഷിഫ്റ്റ് വരുന്നില്ല അവർക്ക്. സോ ദീസ് പ്രോഡക്ട്സ് വി ഡു. ബട്ട് മെൻസ്ട്രൽ കപ്സ് നോ, ഒരു 30-35 മാക്സ്. അതിന് മേലുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ഹാബിറ്റ് ചേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ജനറേഷനിലെ ആൾക്കാർക്ക്. സോ വി ഡോണ്ട് റിയലി ഗോ ഫോർ ഇറ്റ്. ഓക്കെ. സോ നമുക്കറിയാം എല്ലാ പ്രോഡക്ട്സിലും റീടാർഗറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെ കേസിൽ ഒരു ലോങ് ഫേസ് ആണ് എന്തൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ട്. അപ്പം ഹൗ ഡു യു റീടാർഗറ്റ് ദ ഓഡിയൻസ്? വി ഡോണ്ട് റീടാർഗറ്റ് ഫോർ മെൻസ്ട്രൽ കപ്സ്. ഓക്കെ. വി ഡോണ്ട് ഡു ദാറ്റ്. മെൻസ്ട്രൽ കപ്സ് ഞാൻ പറഞ്ഞ പോലെ വൺ ഇസ് അവയർനെസ് ആഡ്സ് മാത്രമേ നമ്മൾ റൺ ചെയ്യാറുള്ളൂ. മെയിൻലി ഫോർ പീപ്പിൾ മേ ബി എക്സിസ്റ്റിംഗ് യൂസ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അത് മാത്രമേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ദാറ്റ് എഡ്യൂക്കേഷണൽ കോണ്ടന്റ് കൻ മേക്ക് എ ഡിഫറൻസ് ഫോർ ദം. ദേ കൻ പ്രോബ്ലി ഡു എ വേർഡ് ഓഫ് മൗത്ത് ഫോർ യു. പക്ഷേ മെൻസ്ട്രൽ കപ്സ് നമ്മൾ റീടാർഗറ്റ് ആണ് വളരെ കുറവാണ്. ഇറ്റ്സ് മോസ്റ്റ്ലി എഡ്യൂക്കേഷൻ. അല്ലാണ്ട് നിങ്ങൾ പർച്ചേസ് എന്നുള്ളൊരു സംഭവം നമ്മൾ റൺ ചെയ്യാറില്ല. ബട്ട് ഫോർ ആർ അതർ പ്രോഡക്ട്സ്, 11 other products, ഫേസ് റേസേഴ്സ്, പീരിയഡ് പാൻറ്റീസ്, വിങ്ഡ് പാൻറ്റി ലൈനേഴ്സ്, വിച്ച് ഇസ് വൺ ഓഫ് അവർ ബെസ്റ്റ് സെല്ലർ, ഇതിനൊക്കെ നമ്മൾ റീടാർഗറ്റ് ആഡ്സ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇതൊക്കെ every 2 months റീഫിൽ ചെയ്യേണ്ട പ്രോഡക്ട്സ് ആണ്. സോ ഫോർ ദീസ് വി ഡു. But for menstrual cups, we don't do retarget ads. Okay. Yeah. So, ആ റീടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഹൗ ഇസ് ദ റെസ്പോൺസ്? അതിൽ സെയിം ഓഡിയൻസ് വരുന്ന സമയത്ത് അവർക്ക് വോട്ട് സേ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, ഇപ്പം പീരിയഡ് കപ്സ് മീൻസ് മെൻസ്ട്രൽ കപ്സിൻ്റെ ഓക്കെ, ബാക്കിയുള്ള പ്രോഡക്ട്സിലേക്ക് അവർ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാറുണ്ടോ? യെസ്, ദേ ഡു ഷെയർ. പക്ഷെ ബാക്കിയുള്ള ഒരു പ്രോഡക്ട്സിന് ഡിഫറൻസ് എന്ന് വെച്ചാൽ ലേണിംഗ് കർവ് ഇല്ല. അപ്പോൾ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ആരും വരാറില്ല. ഓക്കെ. അതായത് ഇത് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെ ആയിട്ട് ആരും വരാറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഡൗട്ട്സ് വിൽ ബി ലൈക്ക് എന്താ പറയുക, ലൈക്ക് എനിക്കിത് റീപർച്ചേസ് ചെയ്യണം, ഇത് എനിക്ക് എത്ര മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും, പീരിയഡ് പാൻറ്റീസും പാൻറ്റി ലൈനേഴ്സും ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇസ് വെരി ലെസ് ഇൻ അതർ പ്രോഡക്ട്സ്. ബിക്കോസ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് ലേണിംഗ് കർവ് ഇസ് ഓൾമോസ്റ്റ് 0 ഫോർ ദി റിമൈനിങ് പ്രോഡക്ട്സ്. ഓക്കെ. സോ നമ്മളൊരു പ്രോഡക്റ്റ് സൈക്കിൾ വരുന്നത് തന്നെ മെൻസ്ട്രൽ കപ്പിനാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് ഉള്ളത്. പക്ഷേ ബാക്കിയുള്ള പ്രോഡക്ട്സ് ലൈക്ക് ആൾക്കാർ
അവരാവശ്യമുള്ളപ്പോൾ അവരെന്നെ ഓട്ടോമാറ്റിക്കലി അവർ റീപർച്ചേസ് ചെയ്തോളും. ഓക്കെ. സോ ദാറ്റ്സ്. പിന്നെ ഡൗട്ട്സും ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് സീറോ, ബിക്കോസ് ഇൻസ്റ്റാഗ്രാം DMs ഞാൻ എപ്പോഴും നോക്കാറുണ്ട് കസ്റ്റമർ റിവ്യൂസ് എന്തെങ്കിലും ഉണ്ടോ. ഡൗട്ട്സ് ഇസ് ഓൾമോസ്റ്റ് സീറോ. ഡൗട്ട്സ് വരുന്ന ഐ തിങ്ക് ഡെയിലി നമുക്കൊരു 50 DMs വരികയാണെങ്കിൽ അതിൽ മെൻസ്ട്രൽ കപ്സിൻ്റെ ഡൗട്ട്സ് ആണ് മെജോറിറ്റി വരുന്നത്. പിന്നെ കുറച്ചൊരു കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ചില ആൾക്കാർ ലൈക്ക് കപ്പ് വാങ്ങിക്കും, ഇറ്റ് മൈറ്റ് ബി റോങ് സൈസ് ഫോർ ദം. അതൊക്കെ ഒരു ഇഷ്യൂ ആവാറുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ ഡൗട്ട് അവർ ചോദിക്കും ഞാനിത് എങ്ങനെയാണ്, ഹൗ ഡു ഐ ഫിക്സ് ദിസ് പ്രോബ്ലം എന്നുള്ളത്. പക്ഷെ ബാക്കി ഒറ്റൊരു പ്രോഡക്റ്റിനും നോ. ഐ തിങ്ക് ഇൻ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് ആരും ഇതുവരെ ഡൗട്ട്സ് ഒന്നും ചോദിച്ചു വന്നിട്ടില്ല. ഈസി ടു യൂസ് പ്രോഡക്ട്സ്. ഓക്കെ. സോ ഇപ്പം നമ്മളെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരുപാടധികം ഓഡിയൻസ് ഉണ്ട്. അപ്പം ഓൺടർപ്രണേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹമുള്ളവരും ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരും ഉണ്ടാവും. അപ്പം വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദം ആസ് എൻ ഓൺടർപ്രണർ? എന്താണ് യുവർ അഡ്വൈസ് ടു ദ ഓഡിയൻസ്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഐ എം ആൻ ആക്സിഡൻ്റൽ ഓൺടർപ്രണർ. ഞാൻ ലൈഫിൽ ഓൺടർപ്രണർഷിപ്പ് ചെയ്യണമെന്ന് ഐ ഹാഡ് നോ പ്ലാൻസ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലൈംബ് ദ കോർപ്പറേറ്റ് ലാഡർ. ഒരു സ്ഥലത്ത് ഫസ്റ്റ് ജോബ് കിട്ടാം, ക്ലൈംബ് ദ കോർപ്പറേറ്റ് ലാഡർ. പക്ഷേ ലൈഫ് ഹാഡ് അതർ പ്ലാൻസ്, ഓൺടർപ്രണർ ആയി. ബട്ട് ഐ തിങ്ക് വാട്ട് ഡ്രൈവ്സ് മീ ഇൻ ദിസ് ഓൺടർപ്രണർഷിപ്പ് ജേർണി ഇസ് മൈ പാഷൻ ടുവേർഡ്സ് സ്പെസിഫിക് things that we do in the business. So I am passionate about content. I like doing all those things. But I'm passionate about this whole topic, female wellness and hygiene. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് R&D ഒക്കെ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ലെഡ് ബൈ മീ. അതേ സമയത്ത് വെൻ ഇറ്റ് കംസ് ടു മൈ കോ ഫൗണ്ടർ നസീഫ്, ആൾക്ക് മൊത്തത്തിൽ ബിസിനസ് ഒരു പാഷനാണ്. Additionally, he loves all these Excel sheets. എനിക്ക് Excel sheets കണ്ടുകൂടാ. Seriously, it just makes me go dizzy. So Excel sheets and like any kind of marketing campaigns and ads, retargeting ads, budget, അതൊക്കെ നസീഫാണ് നോക്കുന്നത്. So that is actually helping us go forward in this business. He is doing what he is passionate about in this business. I am doing that. So എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും it has to be a pinch of passion. അല്ലെങ്കിൽ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം നമ്മൾ ആ തുടക്കത്തിൽ ആവേശം തുടങ്ങും, ബട്ട് യു വിൽ റൺ ഔട്ട് ഓഫ് ഫ്യൂവൽ. സോ ദ ഓൺലി ഫ്യൂവൽ ഇസ് വൺ ഇസ് പാഷൻ, പിന്നെ പെർസിവറൻസ്. അത് ഓൺടർപ്രണേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം അതാണ്. ഇറ്റ്സ് ലൈക്ക് എവറി ഡേ ഇസ് ലൈക്ക് യു ഗെറ്റ് അപ്പ്, യു ആർ ഫൈറ്റിംഗ് എ ന്യൂ വാർ. It's not even the same problem as yesterday. Problems എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സൊല്യൂഷൻസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. If it's a usual problem, അതായത് ഇന്നലെ വന്ന പ്രോബ്ലം തന്നെയാണ് ഇന്നെങ്കിൽ I know how to sort it out. But it's like different problems every single day. So അതിന് perseverance is very very important. And പിന്നെ purpose. ഏതൊരു ബിസിനസ്സിനും ഒരു purpose വേണം. That is the whole point, right? You see a problem, you find a solution. So it's purpose driven. But above all this, your business should make money. But as a founder, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു 3 ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു പരിധി വരെ നമുക്ക് തട്ടിമുട്ടിയും ഒക്കെ പോവാം. ഓക്കെ. സോ അത്രയും കാര്യങ്ങളാണ് നൗറിൻ്റെ അടുത്തുനിന്നും നമുക്ക് കേൾക്കാനുള്ളതും നമ്മളടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളതും. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിലും ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത്തിൽ ഓഡിയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിലും ഇനിയും ഒരുപാടധികം പ്രോഡക്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഒരുപാടധികം വിമന് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you so much for having me. Thank you.